രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാനായില്ല. മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇതാദ്യമായി മറുപടി പ്രസംഗമില്ലാതെ നന്ദിപ്രമേയം പാസാക്കി. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയാണ് രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ എത്തിയത്. സഭയിൽ ഏകാധിപത്യം അനുവദിക്കില്ലെന്നും മോദിയുടെ പ്രസംഗം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷം മുദ്രാവാക്യമുയർത്തി. പ്രധാനമന്ത്രിയുടെ സംസാരം തുടങ്ങിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തിനിടെ മല്ലികാർജുൻ ഖർഗെയെ മോദി പരിഹസിച്ചു. സമസ്ത മേഖലയിലും രാജ്യം വളർച്ചയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായി ഇന്ത്യ ഭാവിയിലേക്കുള്ള വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ യുവാക്കൾക്ക് കൂടുതൽ അവസരം സൃഷ്ടിക്കുമെന്നും മോദി അവകാശപ്പെട്ടു. കോൺഗ്രസിനെയും തൃണമൂൽ കോൺഗ്രസിനെയും അടക്കമുള്ള പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു മോദിയുടെ പ്രസംഗം. इतना ही नहीं, हमारे कुछ पीएसयू आज विश्व के अंदर जा रहे हैं, विश्व में भी अपनी ताकत दिखा रहे हैं, विश्व के साथ जुड़ रहे हैं, दुनिया के कई देशों के विकास यात्रा में वो भागीदार बन रहे हैं. आज हमारे पीएसयूज को बहुत बड़े बड़े ऑर्डर देश से भी और देश के बाहर से भी मिलने लगे हैं. ये अपने आप में मैं जो कहता हूं ना, एक बहुत महत्वपूर्ण पड़ाव पर ये देश 25 साल है, उसका संकेत यहां नजर आता है. ധനസുമോദാണ് വിവരങ്ങൾ നൽകാനത്. സുമോദ്, ലോക്സഭയിൽ മറുപടി പറയാൻ കഴിയാതെ നരേന്ദ്രമോദി ഓടിയൊളിക്കുകയായിരുന്നോ? രാജ്യസഭയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാജ്യസഭയിൽ ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഭരണ നേട്ടങ്ങളെക്കുറിച്ചും രാജ്യം എങ്ങനെയാണ് സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ചും എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ബാങ്കുകളുടെ അവസ്ഥ വളരെ നഷ്ടത്തിലായിരുന്നു. കിട്ടാക്കടം വളരെയധികം പെരുകിയിരിക്കുകയായിരുന്നു. ആ കിട്ടാക്കടം ഇപ്പോൾ 1% കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ നേട്ടമായിരുന്നത്. മറ്റു പൊതുകാര്യ സ്ഥാപനങ്ങളും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ തരത്തിലുള്ള നഷ്ടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ നഷ്ടത്തിൽ നിന്നും ഇപ്പോൾ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നരേന്ദ്രമോദിയുടെ ഭരണം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ബാങ്കിംഗ് സെക്ടറിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വലിയ തരത്തിലുള്ള വളർച്ച ഉണ്ടായത്. കോൺഗ്രസിന്റെ ഭരണം ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണമായിരുന്നു. അവരുടെ സങ്കുചിതമായ നിലപാട് കാരണം ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം രാജ്യത്തുണ്ടായത്. വ്യക്തിപൂജയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതെല്ലാം മാറി എന്നുള്ള നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നേട്ടം രാജ്യത്തിന് കൈവരിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതേസമയം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ഇപ്പോൾ പുറത്ത് മല്ലികാർജുന ഖാർഗെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മല്ലികാർജുന ഖാർഗെ പറയുന്നത് ഈ നരേന്ദ്രമോദിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം തങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം മുഴുവിപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. പല കാര്യങ്ങളും ഇനി സർക്കാരിനോട് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 4 ദിവസമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ കർഷകരുടെ താല്പര്യങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞതിന്റെ മുന്നിൽ മോദി സർക്കാർ കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വിദേശ നയങ്ങൾ അടക്കം ട്രംപ് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. സാമൂഹ്യനീതി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവയെക്കുറിച്ച് ഓരോന്നായി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. പ്രധാനമന്ത്രി സർക്കാർ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും സംസാരിച്ചത്. പക്ഷേ എന്നിട്ട് പോലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ സഭ വിട്ട് പുറത്തു വന്നത് എന്നാണ് ഇപ്പോൾ മല്ലികാർജുന ഖാർഗെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിക്ക് ലോക്സഭയിൽ സംസാരിക്കാൻ കഴിയാതിരുന്നത്? പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ വരുന്നില്ല. കാരണം ഇതിന് സ്പീക്കർ പറഞ്ഞത് സഭാ മര്യാദകൾ പലപ്പോഴും പാലിക്കാൻ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം
ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ഇതുവരെ ഈ ബജറ്റ് പ്രസംഗത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസാരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കടന്നുള്ള അത് നടുത്തളവും കടന്ന് ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്ന ആ സീറ്റിന്റെ അടുത്ത് വരെ സ്ത്രീകൾ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പ്രധാനമന്ത്രിയോടോ അല്ലെങ്കിൽ രാജ്യത്തോടോ പാർലമെന്റിനോടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൂടാതെ തന്നെ നയപ്രഖ്യാപനം പാസാക്കിയായിരുന്നു. നയപ്രഖ്യാപനത്തിന്റെ ചട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടിയിരുന്നത്. അതുകൊണ്ട് 2 ദിവസമായി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് വേണ്ടി തന്നെയായിരുന്നു കാതോർത്തിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവിപ്പിക്കാൻ സർക്കാർ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ട് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. പ്രധാനമന്ത്രി സംസാരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം സംസാരിക്കട്ടെ എന്ന നിലപാട് തന്നെയായിരുന്നു എടുത്തത്. ആ നിലപാടിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നയപ്രഖ്യാപനത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു മുട്ടുമടക്കൽ